എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ പപ്പയുടേതായ ജോലികളെല്ലാം കൂടി വേഗം തീർത്തിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും തന്നെ ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ 6:45 കുർബാനക്കാണ് പോണത്. അപ്പോൾ ജോലികളൊന്നും തീർക്കാൻ നേരം കിട്ടില്ല ആ സമയത്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പോയി വന്നതിന് ശേഷമാണ് ഒരു 8 മണി 8:30ക്കുള്ളിലെത്തും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങി ആരെങ്കിലും കണ്ട് സംസാരിച്ച് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു 8:30 മണിയാവുള്ളൂ. കറക്റ്റായിട്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 8 മണിക്ക് വീട്ടിലെത്തും. 8 മണിക്ക് വന്നു കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കാറിൻ്റെ അകത്ത് ആ ഒരു ഇരുട്ട് കണ്ട പുറത്തേക്ക് കാണിക്കുമ്പോൾ ഇങ്ങനെ വെളിച്ചം, പക്ഷേ പുറത്തും അധികം വെളിച്ചമില്ല. നമ്മുടെ ക്യാമറയുടെ അത് എന്തോ ആണ്, ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഇതാണ് കാണിക്കുന്നത്, ഇരുട്ടാണ്. ബാക്കിലും നോക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ പള്ളിയിൽ വന്ന് പപ്പ എപ്പോഴും സൈഡിൽ ആ ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി പോയിട്ട് മെയിൻ എൻട്രൻസും പിന്നെ വേറൊരു എൻട്രൻസ് കൂടിയിട്ടുണ്ട്. അങ്ങനെ 3 എൻട്രൻസാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ സൈഡ് ബാക്കാണ് പള്ളിയുടെ, ഇത് ബാക്ക് സൈഡിൽ കൂടിയിട്ടാണ്. അപ്പോൾ ഈ നേരെ കാണുന്നത് സങ്കീർത്തന മുറിയാണ്. അതിൻ്റെ ആ സൈഡിലാണ് പപ്പ വണ്ടി പാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പള്ളിയുടെ മുറ്റത്തുകൂടിയാണ് ഓടിച്ചിട്ട് സൈഡ് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടി ഞാൻ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ മെയിൻ എൻട്രൻസിൽ കൂടി തന്നെ കയറും. മിക്കവാറും മെയിൻ എൻട്രൻസിൽ കൂടി കയറുള്ളൂ. നേരെ ഫ്രണ്ടിലാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. ഇപ്പോൾ പപ്പ പോകുന്നത് സൈഡ് ഗേറ്റ് വഴിയിട്ടാണ്. അപ്പോൾ ഇടക്ക് സൈഡ് ഗേറ്റ് കൂടി പോകും. പിന്നെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ സ്കൂളുകളാണ്, ആംഗ്ലോരിയൻ സ്കൂളുകളാണ് അതൊക്കെ. അപ്പോൾ അതേ സൈഡ് ഗേറ്റിൽ കൂടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടേക്കും പോകേണ്ടതില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റൊക്കെ ചെയ്യേണ്ട ദിവസമാണ്. കാരണം ഇത്രയും ദിവസം പണിക്കാർ നിൽക്കണേല്ലേ. അപ്പോൾ സൺഡേ പണിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് കുറച്ച് വർക്കുകളും വീട്ടിൽ ചെന്നിട്ട് ഉണ്ട്, യൂട്യൂബിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം, ചെയ്യാതെ നിവർത്തിയില്ല. അപ്പോൾ ഈ ഒരു വീടും അതിൻ്റെ ചുറ്റുമതിലൊക്കെ ഇല്ലേ, നല്ല ഭംഗിയാണ്. പച്ച കളറിലെ മതിലുകളില്ലേ, അതൊക്കെ നല്ല ഭംഗിയാണ്. ഈ കോമ്പൗണ്ട് വാള് അവരൊക്കെ ഈ ഒരു ഫോർട്ട് കൊച്ചി ദേശത്തെ പ്രധാനപ്പെട്ട ആളുകളാണ്. പണ്ടത്തെ മുനിസിപ്പൽ ചെയർമാനും അങ്ങനെയൊക്കെയുള്ള അവരുടെ അപ്പൂപ്പന്മാരൊക്കെ. അപ്പോൾ അവരുടെ മക്കളും പേരക്കുട്ടികളും അങ്ങനെ കൈമാറിയാണ് ഇപ്പോൾ ആ വീടൊക്കെ ഉള്ളത്. അവിടെ ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലം പോലെയാണ് കിടക്കുന്നത്. അത്രയും സ്ഥലവും വലിയ 2-3 വീടുകളൊക്കെ ഇട്ട് ഭയങ്കര നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും അതിലൂടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കും. ഭയങ്കര റിച്ച് ഫാമിലിയുമാണ്. അതനുസരിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങളോടുകൂടിയൊക്കെ ജീവിച്ച പ്രശസ്തരായ ആളുകളൊക്കെയാണ് അവർ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാ വീട്ടിലെത്തിയതേ പപ്പ റൂമിനെ ഇറക്കാൻ വേണ്ടിയിട്ട് പോണേണേ. അപ്പം ഞാൻ പറഞ്ഞേ ഒരു ഗേറ്റ് തുറന്നാൽ മതി, എന്നിട്ട് അവളെ ഇറക്കിയിട്ട് മാത്രം 2 ഗേറ്റ് തുറക്ക്. അപ്പോഴേക്കും അവൾക്ക് എൻ്റെ കൂടെ കാറിൽ സ്പെൻഡ് ചെയ്യാമല്ല കുറച്ചും കൂടി ടൈം എന്ന് പറഞ്ഞിട്ടൊക്കെ. കാരണം പപ്പ അങ്ങനെ കറക്കാനൊന്നും കൊണ്ടുപോകില്ല. അത് ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകില്ല. ഞാൻ നേരത്തെയും പറഞ്ഞില്ലേ, ഒരു ദിവസം ഇങ്ങനെ പപ്പ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി. എന്നാൽ ഇന്നിപ്പോൾ വേറെ പണിയൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വന്ന് ഇനി വീടിൻ്റെ അകത്ത് വെറുതെ ഇരിക്കലാണ്, വേറെ പണിയൊന്നും ഇല്ല. പക്ഷേ എങ്കിലും കൊണ്ടുപോകില്ല. അപ്പോൾ ആവും കുഞ്ഞേട്ടാ ഓടി വന്ന് കയറിയിരിക്കണേണ് കേട്ടോ. പിന്നെ വലിയ കാര്യത്തിന് ഇരിക്കണേണ്, എന്തോ വലിയ ട്രിപ്പ് പോണ ഗമയിൽ ഇരിക്കണേണ്. പക്ഷേ കാറ് കയറണത് വീടിൻ്റെ അകത്തേക്കാണെന്ന് മാത്രം. അങ്ങനെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ പപ്പയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പപ്പ അത് മേടിച്ച് കൊണ്ടുവരും. പക്ഷേ അത് നമുക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് ഇടയ്ക്ക് അതൊന്ന് മേടിച്ച് കൊടുക്കാം എന്നൊരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയുള്ള ചിന്തകളില്ല. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും പപ്പക്ക് അത് അറിയില്ല. ഇപ്പം പപ്പ ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല പല സ്ഥലങ്ങളിലും കൺട്രികളിലും ഇറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ ഫോണൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് മേടിക്കണേ, നെയിൽ പോളിഷ് മേടിക്കണേ, ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കണേ എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരിക. പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും മേടിക്കൂല. അങ്ങനെയൊക്കെയാണ് അത് പപ്പയുടെ ശീലം. എന്തോ അങ്ങനെയാണ്, അങ്ങനെ സാധിക്കുള്ളൂ. ഇപ്പോൾ കുട്ടികളാരും അങ്ങനെയല്ല. കുട്ടികൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാനറിയാം, നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനറിയാം, നമ്മൾ പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട് കുട്ടികൾക്കും പപ്പക്കും തമ്മിൽ.
അപ്പോൾ നമ്മളുടെ ആ ഒരു ബൊഗെയിൻ വില്ല് നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഇറക്കി നട്ട് ചെടിച്ചട്ടിയുടെ അകത്ത് നിന്ന്, അതുകൊണ്ട് ഇതേ വളർന്ന് പൊങ്ങി പറഞ്ഞിട്ടുണ്ട്. എനിക്കത് നല്ല ഇഷ്ടം. ഇപ്പം നല്ല ഭംഗിയാണ് കാണാം. അപ്പുറത്തെ സൈഡിൽ പൂമരം ഉണ്ടെങ്കിലും അതിൻ്റെ ഇപ്പോൾ പൂവില്ല. അത് ബൊഗെയിൻ വില്ലല്ല, മറ്റേ ഒരു മെയ് ഫ്ലവേഴ്സ്, അങ്ങനത്തെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ. അത് നല്ല ഒരുപാട് പൂവിടും ചില സമയത്ത്. ഇപ്പം പൂവില്ല, അതുകൊണ്ട് ആ സൈഡിൽ പൂവില്ലാതെ നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് തുണി വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുൻപായിട്ട് തന്നെ. അത് വെളുപ്പിനെ തന്നെ നമ്മൾ തുണി വാഷ് ചെയ്യാൻ ഇട്ടേക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് വിരിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അഗാറോൻ്റെ 2-3 പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ എടുക്കണം. അപ്പോൾ ഒരു റിവ്യൂ ഇന്ന് കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അഗാരോയുടെ എലീറ്റ് ഇലക്ട്രിക് ലഞ്ച് ബോക്സ് ആണ്. ഓഫീസിലേക്കും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് ആണിത്. അപ്പോൾ ഈ ഒരു ഹീറ്റ് ഇൻസുലേറ്റഡ് ലഞ്ച് ബോക്സിന്റെ ലിഡിൽ തന്നെ കട്ട്ലറി സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് ചൂടാക്കുന്ന സമയത്ത് പ്രഷർ ബിൽഡപ്പ് ആകാതിരിക്കാനും ഫുഡ് മോയിസ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു വെന്റും ഈ ഒരു ലിഡിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ക്യാരി ചെയ്യാനായിട്ട് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഹാൻഡിലും തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലിഡിൽ നല്ലൊരു സിലിക്കൺ വാഷർ ഉണ്ട്. ഇതെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാനും സാധിക്കും. അതുപോലെ ചൂട് പുറത്തേക്ക് പോകാതിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്യാരി ചെയ്യാനുള്ള ഒരു ബാഗും അതുപോലെ അതിനകത്ത് 2 കേബിളുകളും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ 400 ml ഒരു കണ്ടെയ്നറാണിത്. പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കണ്ടെയ്നർ എന്ന് പറയുന്നത് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള 1.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ഒരു വലിയ കണ്ടെയ്നറാണ്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിന് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട്. ഇത് ഈ ഒരു കേബിളിൻ്റെ ഈ ഒരു സോക്കറ്റിലേക്ക് നമ്മൾ ഫുഡ് ചൂടാക്കുന്നതിന്, ഓഫീസിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ കേബിള്, കാറിലാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള കേബിൾ 20 മിനിറ്റ് മുൻപ് തന്നെയും പ്ലഗ് ഇൻ ചെയ്ത് കണക്ട് ചെയ്തിടുക. 40 വാട്ട് പവറാണിത് യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് PTC ഹീറ്റിംഗ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ചൂടാകുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നില്ല. അതുപോലെ ഇതിൻ്റെ ബോഡി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈയൊന്നും പൊള്ളാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ലൈറ്റും ഉണ്ടാകും. പിന്നെ ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ചൂട് നിലനിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോയിൽ ബാഗ് കൂടിയിട്ട് തന്നിട്ടുണ്ട്. അതും നല്ല സിബും ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സിൽ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല, റീഹീറ്റിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സിൽ ഡ്രൈ ആയിട്ടുള്ള ഗ്രേവി ഒന്നും ഇല്ലാത്ത ഫുഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മാത്രം ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അത് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോകും. ഇതിൽ കുറച്ച് ഗ്രേവി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളം തളിക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു വിൻഡ് തുറന്നിടുക. പ്രഷർ ബിൽഡപ്പ് ആകാതിരിക്കാനും ഫുഡ് മോയ്സ്ചറായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഇൻഡിക്കേറ്റർ ലൈറ്റും കത്തിയിട്ടുണ്ട്. ശബ്ദമൊന്നും ഇല്ലാതെ തന്നെയും വളരെ എളുപ്പത്തിൽ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ആവി വരുന്ന രീതിയിൽ തന്നെ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത്തിരി ഗ്രേവിയുള്ള ചോറും കറികളും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ മൂടി വെച്ചിട്ട് നമ്മൾക്കിത് പ്ലഗ് ഇൻ ചെയ്ത് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ്. കാരണം കുറച്ച് നെയ്യുള്ള ആഹാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ചൂടായിട്ട് കഴിക്കാനായിട്ട് ആ നെയ്യെല്ലാം ഉരുകി വരുന്ന രീതിയിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പല ആളുകൾക്കും ചൂടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ അതേ ഞാൻ ഈ വലിയ കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നർ കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. രണ്ടും ഒരേ സമയത്ത് നമുക്ക് ചൂടായി കിട്ടും. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു കാർ പ്ലഗിലേക്ക് അത് കുത്തിയതിന് ശേഷം ഈ ഒരു പിന്ന് നമ്മളുടെ ടിഫിൻ ബോക്സിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഫുഡ് ചൂടാകുകയും ചെയ്യും. നമ്മൾക്ക് സമയത്തെടുത്ത് കഴിക്കാനും സാധിക്കും. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് പിന്നെല്ലാം ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ അത് തുടച്ച് മാറ്റുക. ഒരിക്കലും വെള്ളത്തിൽ ഇത് കഴുകാനേ പാടില്ല, ഇത് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളുടെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് കഴുകി ഉണക്കിയെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്.
അപ്പോൾ ദേ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്കാണ് കടന്നേക്കണത്. ഇന്നിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കണത്. പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയും മൈദയും ഇത്തിരി തേങ്ങയും ഉപ്പും കൂടി ചേർത്തിട്ട് കലക്കി ചുടാൻ പോടിനെ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യണത്. പിന്നെ അതിന് ഒരിത്തിരി പരിപ്പ് കറി കൂടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ നോണൊന്നും വെക്കണില്ല. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ മന്തിയാണല്ലോ കഴിച്ചത്, അപ്പോൾ ഇന്ന് ബീഫ് മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ബീഫൊന്നും മേടിക്കണ്ട എന്ന് റയൻ പറഞ്ഞിട്ടാ. റയന് വേണ്ടിയിട്ടാണ് ഞാനെന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അന്നേ പിന്നെ എന്ത് ചെയ്യും, സാമ്പാറിൻ്റെ പീസ് ഫ്രിഡ്ജിലുണ്ട്, സാമ്പാർ മതി, സാമ്പാറും പപ്പടവും മാത്രം മതി എന്ന് പറയും. അങ്ങനെ ഞാൻ ഏതായാലും പരിപ്പ് ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറിനും കുറച്ച് പരിപ്പ് എടുക്കാം. ഇപ്പോൾ ഈ ഒരു പത്തിരിക്ക് വേണ്ടിയിട്ട് ഇത്തിരി പരിപ്പ് താളിച്ചും കൂടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ കുക്കറിൽ സാമ്പാറിനുള്ള പരിപ്പ് വലിയ കുക്കർ തന്നെ എടുത്തു. സാമ്പാറിനുള്ള പരിപ്പിന്, അതായത് അതിനകത്ത് തന്നെ സാമ്പാർ വെക്കാമല്ല, ആവശ്യം ഉള്ള കറിക്ക് വേണ്ടത് മാത്രം ഇപ്പോൾ കോരിയെടുത്തിട്ട് ബാക്കി പരിപ്പ് അതിനകത്ത് കിടക്കുകയും ചെയ്യും, പീസുകൾ അതിനകത്തേക്ക് നേരെ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ പരിപ്പ് കറി വെക്കുന്നത് തന്നെയും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചെറുപയർ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചെറുപയറിട്ടായാലും സാമ്പാർ വെക്കാം, എങ്കിൽ തന്നെ ഞാനിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പരിപ്പ് കറി തന്നെ വലിയ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വലിയ കുക്കർ എന്ന് പറഞ്ഞപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്, ഇൻഡസ് വാലിയുടെ കുക്കറാണ്. ഇൻഡസ് വാലിയുടെ ഞാൻ പറഞ്ഞിട്ട് ഒരു 8 കുക്കർ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും വലിയ കുക്കർ, ഏറ്റവും കപ്പാസിറ്റി കൂടിയത് 5 ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ഈ ഒരു കുക്കറാണ്. ഇതിൽ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുൻപായിട്ട് ബീഫ് വേവിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെന്തില്ല, എന്നിട്ട് വീണ്ടും ഇട്ട് വേവിക്കേണ്ടി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതും ഞാൻ മറന്നുപോയിട്ടാ. അന്ന് അത് കഴിഞ്ഞ് ആ ഇറച്ചിയുടെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ ഇത് കുക്കറിൻ്റെ പോരായ്മയാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അത് പറയാം. അപ്പം എനിക്ക് അവിയലും കൂടി ഉണ്ടാക്കണം, കാരണം സാമ്പാറിൻ്റെ പീസ് 1 കിലോ ഉണ്ട്. അത് മൊത്തത്തിൽ സാമ്പാർ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, പകുതി അവിയൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം, വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ചെറിയ ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ, ഇത്തിരി മഞ്ഞൾ കൂടി ചേർത്തിട്ടാണ് അതൊന്ന് അരച്ചെടുത്തേക്കണത്. അപ്പോൾ കുക്കറിൻ്റെ കാര്യം പറയാം. ഈ കുക്കർ പരിപ്പ് വെച്ച് വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുക്കറിൻ്റെ അകത്ത് വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്ത് കളയും. അല്ലെങ്കിൽ പരിപ്പ് കൂടുതൽ അങ്ങോട്ട് വെന്ത് അലിഞ്ഞ് അങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഇങ്ങനെ തരി പോലെ ആയിപ്പോവും, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ ഓഫ് ചെയ്ത് കളയും, പീസ് പരിപ്പാണ് പെട്ടെന്ന് വേഗം. പക്ഷേ ഇന്നിപ്പോൾ ഇത് താളിച്ചേട്ടാ, ഇത് പരിപ്പിന് വേണ്ടിയിട്ട് ഞാൻ താളിക്കണേണ്. പക്ഷേ ഇത് താളിച്ച് കഴിഞ്ഞ് പരിപ്പിടാൻ നോക്കിയപ്പോഴത്തേക്കും പരിപ്പ് വെന്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കുക്കറിൽ വേകാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇൻഡസ് വാലിയുടെ തന്നെ വേറൊരു ഔട്ടർ ലിഡ് കുക്കർ ഉണ്ട്, 2 എണ്ണം ഉണ്ട്, ചെറുതും ഒരു വലിയതുണ്ട് 4 ലിറ്ററിൻ്റെ. ആ ഒരു കുക്കറിൽ നമ്മളെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കാത്ത രീതിയിൽ വെന്തലിഞ്ഞ് കുഴഞ്ഞു പോകും. അപ്പോൾ അത് പെട്ടെന്ന് വേകുന്നൊരു കുക്കറും ഇത് വേകാത്ത കുക്കറും. അപ്പോൾ ഈ കുക്കറിൻ്റെയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് യാതൊരു പിടുത്തമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാക്സൺ പ്രഷർ കുക്കർ, അത് പെർഫെക്റ്റാണ്. അതിൻ്റെ ഇന്നർ ലിഡ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഔട്ടർ ലിഡ് എങ്ങനെയാണെന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഇന്നർ ലിഡിൻ്റെ 5 ലിറ്ററിൻ്റെതും 3 ലിറ്ററിൻ്റെതും ഞാൻ മേടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അത് രണ്ടും സൂപ്പർ കുക്കറാണ്. അത് ഇന്നർ ലിഡ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ചാക്സൻ്റെ ഔട്ടർ ലിഡ് എങ്ങനെയാണെന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ. ഞാൻ ഇതുവരെയും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഇൻഡസ് വാലിയുടെ അവർ ഒരുപാട് കുക്കറുകൾ എനിക്ക് തരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഔട്ടർ ലിഡ് ഞാൻ മേടിക്കില്ല. പണ്ട് ഞാൻ മേടിച്ച അലൂമിനിയത്തിൻ്റെ അതാ മൊത്തം 3 കുക്കർ ഒന്നിച്ചുള്ള കോമ്പോ, അത് 3ഉം കൊള്ളാത്ത കുക്കറായിരുന്നു. അത് കളഞ്ഞ് ഞാൻ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഔട്ടർ ലിഡിൻ്റെ മേടിക്കുന്നത്. ഞാൻ ഇന്നർ ലിഡിൻ്റെ മാത്രമേ മേടിക്കാൻ പറയുള്ളൂ എല്ലാവരോടും. അതാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് എല്ലാം അതായത് നമ്മളുടെ ഫ്യൂവൽ കൺസംഷൻ കുറക്കാനൊക്കെ ആയിട്ട് ഇന്നർ ലിഡ് തന്നെയാണ് നല്ലത്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ കുഴപ്പമാണ് അന്ന് ഇറച്ചി വേകാതിരുന്നതെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. സംഭവം അടിപൊളി കുക്കറൊക്കെയാണ്, പക്ഷേ വേകാൻ ടൈം എടുക്കും. അപ്പോൾ നേരത്തെ ഒരു കുക്കർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ കുക്കർ നല്ല പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോയി. റോജറിന് പ്രാവശ്യം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ബീഫ് അതിനകത്ത് വേവിച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. കാരണം ഭയങ്കരമായിട്ട് വെന്ത് പോയി, വിചാരിക്കാത്ത വേവായിപ്പോയി.
അത്രയും പെട്ടെന്ന് വേഗം കേട്ടോ. അത് പിന്നീട് ഞാൻ അതിലേക്ക് ആ കുക്കറിൽ വെക്കുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കും പെട്ടെന്ന് വേഗം വെന്ത് പോകരുതല്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഏതായാലും വേഗാത്ത കുക്കറാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് പപ്പനെ അന്വേഷിച്ച് പുറത്ത് പോയപ്പോഴത്തേക്കും പപ്പ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നുണ്ട്. പപ്പ പറഞ്ഞത് എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലെ ഫുട്പാത്തില്ലേ ഗ്രൗണ്ടിൻ്റെ അകത്ത് അത് കുറേ ഭാഗം പപ്പ അടിച്ചിട്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് നടക്കാൻ പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ പെയിൻറ്റിങ്ങും ഒരുപാട് പണികളുണ്ട്. അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴേ എനിക്ക് ഒത്തിരി പണികളാണ്. അവർ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പണി 8:30 മണി വരെയും നീളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് നടക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇനി പെയിൻറ്റ് പണിക്കാരൊക്കെ പോയിട്ടേ ഞാൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഞാൻ നടക്കോട്ടെ എന്ന് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പണിക്കാരില്ലല്ല, ഇന്ന് ഞാൻ നടക്കുമെന്ന്. അപ്പോൾ പപ്പ വേഗം ആ ഫുട്പാത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് കുറച്ച് ഏരിയ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരത്തിൻ്റെ കൊമ്പുകളും ചെറിയ ചെറിയ ഒരുപാട് ചവറുകൾ ആളുകൾ കൊണ്ടുവന്നിടും ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി. അത് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ പപ്പ ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെന്ന് എന്നോട് പറയണേണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പപ്പ പുറകിലൂടെ വന്ന് കയ്യും കാലും ഒക്കെ കഴിയിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറി വയർത്ത് കുളിച്ച് നിൽക്കുന്നതിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത കാര്യമാണ് എന്നോട് പറയണത്. അപ്പം ഞാനാണെങ്കിൽ ഇത് സാമ്പാറും അവിയലിനും ഒക്കെ ഉള്ള സാധനങ്ങൾ നമ്മുടെ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടായിയുടെ ഇപ്പുറത്ത് വേറൊരു പാത്രം സാമ്പാറിൻ്റെ പീസ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീളത്തിൽ അരിയണത് ഈ ഒരു കടായിലേക്ക് ഇട്ട് അതിനകത്ത് തന്നെ അങ്ങോട്ട് വേവിക്കാനുള്ള പരിപാടിയിൽ അതങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ സാമ്പാറും പപ്പടവും കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ റിച്ചാർഡിന്. ഇപ്പം നോണല്ലാതെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ സാമ്പാറും പപ്പടവും പുള്ളിയുടെ ഫേവറേറ്റാണ്. പിന്നെ സദ്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കറികളൊക്കെ കൂട്ടി ഓണത്തിന് കഴിക്കൂലേ, അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ പണ്ടൊന്നും കുട്ടികളങ്ങനെ കഴിക്കൂലായിരുന്നു. അപ്പോൾ പണ്ട് ഓണത്തിനെല്ലാം ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. ഇപ്പം അങ്ങനെയല്ല, ഓണത്തിനാണ് നമ്മൾ ആ ഒരു എല്ലാ കറികളും കൂടി അങ്ങനെ ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ സദ്യ കിട്ടുന്ന ഒരു കടയൊക്കെ ആണെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറാൻ സദ്യ കഴിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. അപ്പം നേരത്തെയൊക്കെ നമ്മൾ പിള്ളേരും ഞാനും കൂടിയിട്ട് വെജ് താലി കഴിക്കാനൊക്കെ പോകുന്നത് കാണാറില്ലേ. ഇപ്പം പിന്നെ ആരും ഇല്ല, റയൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകാനും തോന്നാറില്ല, പോകാൻ നേരവുമില്ല. പിന്നെ സിനിമ കാണൽ, എന്തോരം സിനിമയുണ്ട്. ചില മാസങ്ങളിൽ ഞാൻ 5 സിനിമ വരെ കണ്ട മാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ സിനിമകൾ കുറേ വരുമ്പോൾ വരണതെല്ലാം അങ്ങോട്ട് കാണും. ഇപ്പോൾ റോജർ ബാംഗ്ലൂരിൽ നിന്ന് വന്നാലും ഞാൻ ചില സിനിമകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അവനപ്പം തന്നെ അതെല്ലാം ബുക്ക് ചെയ്ത് തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ പോയിട്ട് ഓരോ സിനിമയൊക്കെ കണ്ടിട്ട് അവന് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ കാണിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റയൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമ. ഇപ്പോൾ സിനിമ നോക്കാറ് പോലും ഇല്ല. ഏതാ പറയുക, നമുക്ക് നേരമില്ല, നമ്മളുടെ മെൻറ്റാലിറ്റിയൊക്കെ വേറെതാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല. എങ്കിലും റയൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, മമ്മി സിനിമ വന്നിട്ടുണ്ട് പോയി കാണണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇതുവരെയും നേരം കിട്ടിയിട്ടില്ല. കാരണം പണിക്കാർ വീട്ടിലുള്ളപ്പോൾ അവർക്ക് 2 നേരത്തെ ചായ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പം ഞാൻ സിനിമയ്ക്ക് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ നിൽക്കണേ. ഇനി പണിക്കാർ പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ സിനിമ അവിടെ ഉണ്ടെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതും പോയി. അപ്പോൾ അങ്ങനെ ചില സിനിമകൾ പേര് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ റയൻ പറഞ്ഞു, മമ്മി അത് നല്ലതാണ്, കുഴപ്പമില്ല, അത് കാണാമെന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും പോയിട്ടില്ല. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിലൊക്കെ പോകണം പണിക്കാർ പോയ ശേഷം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇപ്പോഴത്തെ റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ആകെപ്പാടെ മാറി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു റുട്ടീനാണ്. പഴയതുപോലെ എല്ലാം കറക്റ്റ് സമയങ്ങളിൽ അതൊന്നും ഇപ്പം നടപടിയല്ല. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ കറികളും സാമ്പാർ വെന്ത്, പക്ഷേ എനിക്ക് സാമ്പാർ പൊടി നോക്കിയപ്പോഴത്തേക്കും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സാമ്പാർ പൊടിയുള്ളൂ. അപ്പോൾ പപ്പേനെ വിടാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 25 രൂപയുടെ സാധനത്തിന് നമ്മൾ 250 രൂപയുടെ സാധനം കൊടുക്കുമ്പോഴാണ് അത് വീട്ടിലെത്തുക. അതുകൊണ്ട് പിന്നെ ബ്ലിങ്കിറ്റ് വിട്ട് കളഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി തേങ്ങ വറുത്തരച്ചിട്ട് അതിനകത്തേക്ക് പൊടികളും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സിയിലടിച്ചിടുമ്പോൾ നല്ല ടേസ്റ്റുള്ള സാമ്പാർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെ ചെയ്യണേണ് കേട്ടോ. ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അവിയലും ഏകദേശം വേകാനായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇത്തിരി തൈര് വിട്ട് വെളിച്ചെണ്ണയും വേപ്പിലയും കൂടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പണിയും കഴിഞ്ഞ്. ഇനി സാവധാനം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയിലടിച്ചിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് സാമ്പാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി.
ഞാൻ കഴിഞ്ഞ ദിവസമില്ലേ യേശുദാസിൻ്റെ പഴയ ഒരു ഇൻ്റർവ്യൂ അതിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ്. യേശുദാസ് ഒരുവിധം ചെറുപ്പമാണ് അതിനകത്ത്. പക്ഷെ അതിപ്പോൾ അവർ എന്തോ വീണ്ടും ഇട്ടിട്ടുണ്ട് ആ ഒരു പഴയ വീഡിയോ. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ അത് കണ്ടത് വേഗം അതെടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് യേശുദാസിൻ്റെ പെങ്ങളും ഭാര്യയും യേശുദാസും അങ്ങനെ 3 പേരും കൂടി ഇരുന്നിട്ട് നല്ല രസമുള്ളൊരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിൻ്റെ അകത്ത് യേശുദാസ് പറയുന്നുണ്ട്, എൻ്റെ ഫാദർ ഇങ്ങനെ സിനിമയിലുള്ള ഒരു ചാൻസ് ഒക്കെ ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ മകന് വേണ്ടിയിട്ട് യേശുദാസിന് വേണ്ടിയിട്ട് ചാൻസ് ചോദിച്ചിട്ട് ഒരു സ്ഥലത്തിങ്ങനെ പുള്ളിയുടെ നിർബന്ധം കൊണ്ട് യേശുദാസിന് നിർബന്ധം കൊണ്ട് ചാൻസ് അമ്മയും നിർബന്ധിച്ച് അവന് അത് മേടിച്ചു കൊടുക്കുക ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്ക് എല്ലാവരുമായിട്ട് പരിചയമുണ്ട് യേശുദാസിൻ്റെ അത് ഫാദറിന്. അങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കാൻ ചെന്നാൾ അവരുടെ കൂടെ ഇരുന്ന് പാട്ടും പാടിയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മക്കും ദേഷ്യം വന്ന് എന്ത് പണിയാണ് കാണിച്ചത്, അത് പറഞ്ഞില്ലേ, നിങ്ങൾ പോയത് പിന്നെ എന്തിനാണ്, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോൾ അപ്പോൾ യേശുദാസ് അമ്മയും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടി അതിൻ്റെ ലഹരിയിൽ എല്ലാവരും കൂടി അത് ആസ്വദിച്ച് ഈ പോയ കാര്യം മറന്നു പോന്നു എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞ് അത് ചോദിക്കേണ്ട കാര്യമില്ല, അവന് വിധി എന്നുണ്ടെങ്കിൽ അവൻ അന്വേഷിച്ച് അവരിവിടെ വരും എന്ന് ഫാദർ പറഞ്ഞ്. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കുനിഞ്ഞ് നമ്മളുടെ വില കളഞ്ഞൊരു കാര്യം നേടേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു ഫാദറിന് എന്നിങ്ങനെ യേശുദാസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ യേശുദാസിനെ കാണാനായിട്ട് ആ വ്യക്തി യേശുദാസിൻ്റെ വീട്ടിലേക്ക് വന്നതായിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നി. അതിൻ്റെ കാരണം പപ്പയുടെ അപ്പച്ചനോ അമ്മയോ അങ്ങനെ തന്നെയാണ്. ഇപ്പം അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ പോർട്ടിലെ ജീവനക്കാരനായിരുന്നു. അവിടെ ഒരുപാട് ആളുകളുമായി പരിചയമുണ്ട്. പപ്പക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോലിയൊക്കെ ആക്കി കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ള കാലഘട്ടമായിരുന്നത്. എന്നിട്ട് പോലും ആരുടെയും മുന്നിൽ പോയിട്ട് ഇങ്ങനെ ജോലി തരുക എൻ്റെ മകന് അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കില്ല എന്ന് അമ്മ പറയും. അമ്മയും അങ്ങനെ തന്നെയാണ്. അമ്മ പറയും, എന്തിനാണ് കണ്ടവൻ്റെ പല്ല് നമ്മൾ കടം മേടിക്കുന്നത്, അവനവൻ്റെ മോൺ ഉപയോഗിച്ച് പറ്റുന്നത് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയം മുതലേ ഇങ്ങനെ കേട്ട് ഞാനും അത് ശീലിച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടാനുള്ളത് നമ്മളെ തേടി വരും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ അലസരായി പോവാതിരിക്കുക, അത്രയുമാണ് ഞാൻ കുട്ടികളോട് പറയാം. നമ്മൾ അലസരായി പോവാതിരിക്കുക, നമ്മൾ ചെയ്യാനുള്ള ജോലികൾ നമ്മൾ ചെയ്ത് വെക്കുക. ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നെ തേടി വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഡ്യൂട്ടി ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കിട്ടാനുള്ളത് ദൈവം നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. അപ്പം നമ്മുടെ കറിയും ചോറും ഒക്കെ ആയി, 11:30 മുൻപേ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ റൂബിയുമായിട്ട് അവിടെ വന്നിരുന്നൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് യൂട്യൂബ് വർക്ക് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത് കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണവും കഴിച്ച് പിന്നെ വന്ന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, റെസ്റ്റ് എടുത്ത്. കാരണം അത്രയും പണിയായിരുന്നു, എല്ലാ ദിവസവും പണിയുള്ളതല്ല. അപ്പോൾ ഇന്നിപ്പോൾ റെസ്റ്റ് എടുത്ത് ക്ലീനിങ് ഒന്നും ചെയ്തില്ല, അത്യാവശ്യം ഭക്ഷണം മാത്രം ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതേ മാറി കിടക്കണേണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കൊച്ച് ഞാൻ കിടക്കണേണ് റെസ്റ്റിലാണെന്ന് അവൾക്ക് മനസ്സിലായാലും അവൾ ബോധമില്ലാതെ ഇതുപോലെ കിടന്നുറങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ശ്രദ്ധയാണ്, മമ്മി ഇപ്പം എഴുന്നേറ്റ് പോകും, അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കണം, മമ്മി പോകുമ്പോൾ പുറകെ പോകണമല്ല, അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ ഇന്ന് മമ്മി റെസ്റ്റാണെന്നൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് ഇതുണ്ട് ബോധം കെട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ചൂടായതുകൊണ്ടാണ് ആൾ താഴെ കിടക്കണത് കേട്ടോ, തറയുടെ ആ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കട്ടിൽ തന്നെ കിടക്കും. അങ്ങനെ അവൾ അത്രയും ബോധമില്ലാതെ അവൾ എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്. ഇപ്പോഴും അവൾ കുഞ്ഞുവാവേണമെന്ന് വിചാരിച്ച് അവൾ പാല് കുടിക്കും, അമ്മയുടെ പാല് കുടിക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ ഇനി ഉറക്കത്തിൽ ഇവൾ കാണിക്കണത്. അപ്പം അങ്ങനെ എപ്പോഴും അപ്പോൾ റയം പറയും, ഇവള് മുത്തശ്ശിയായി, സംഗതി ഇവള് ഇത് കുഞ്ഞുങ്ങളില്ലെന്നുണ്ടെങ്കിലും മുത്തശ്ശിപ്രായമായി എന്നാണ് അവനുദ്ദേശിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയായിട്ട് ഇവൾക്ക് ഈ പാല് കുടിക്കണ കാര്യമൊന്നും മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റയൻ കളിയാക്കൂട്ടോ. എപ്പോഴും റൂബിനെ കളിയാക്കലാണ് റയൻ്റെ പരിപാടി. ഇപ്പോൾ റൂബിനെ കട്ടിലേക്ക് കയറ്റിയത് തന്നെ കണ്ടില്ലേ, എറിഞ്ഞ്, അതൊക്കെ അവളും ഭയങ്കര എൻജോയ് ചെയ്യണ കാര്യങ്ങളാണ് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ചിരി വരും കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെയാണ്, റൂബിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് ഇങ്ങനെ എറിഞ്ഞ പോലെ. അതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷം. അത് അവളുടെ കളികളുമാണ് അതൊക്കെ. ചേട്ടനെ കൂടിയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കളിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഞാൻ ചായ ഇട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊളാബ് വീഡിയോ കുറേ എടുത്തിട്ട് അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ അങ്ങോട്ട് അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്